നമ്മൾ പൊതുവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. വോട്ടർമാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ആ കഴിഞ്ഞ ഇലക്ഷനുകളിൽ കണ്ട ആ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് മാറ്റാൻ എൽ ഡി എഫിന് ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പിന്നെ ഒരു കാലത്തുമില്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിനുള്ളിലുണ്ടായിട്ടുള്ള പിന്നെ ഒരു അന്തർഛിദ്രം, അതിൻ്റെ ഫലമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. ഇപ്പോൾ പിന്നെ വടക്കൻ കേരളത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സീറ്റുകളിൽ, അല്ലെങ്കിൽ സീറ്റുകൾ എൽ ഡി എഫ് കുത്തകയായി വെച്ചിരുന്ന ചില സീറ്റുകളിൽ യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും കിട്ടാത്ത ആ ഒരു മുൻതൂക്കം ആ ഒരു ഭാഗത്ത് തൃശ്ശൂർ മുതൽ വടക്കോട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മധ്യ കേരളത്തിലും ഈ പറഞ്ഞതുപോലെ 2021 കണ്ടതിനേക്കാൾ നേർ വിപരീതമായിട്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം പോലുള്ള ജില്ലകളിൽ യു ഡി എഫിൻ്റെ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് കാണുന്നുണ്ട്. ഒപ്പം തെക്കൻ കേരളത്തിലാണ് പക്ഷേ അത്രത്തോളം ഒരു വലിയ മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും പിന്നെ ബി ജെ പി ഒന്നോ രണ്ടോ സീറ്റ് അവർക്ക് ലഭിച്ചാൽ പെടേണ്ടതില്ല. കാരണം ഈ ആരൊക്കെ എങ്ങനെയൊക്കെയാ ഒത്തുതീർപ്പുകൾ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ക്ലിയർ എവിഡൻസ് നമ്മുടെ കയ്യിലില്ല. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നാൽ അതിൻ്റെ ഫലമായി ഒന്നോ രണ്ടോ സീറ്റ് ഇത്തവണ ബി ജെ പിക്ക് ലഭിച്ചാൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അതിനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ ആ കൊല്ലം, ആലപ്പുഴ ഭാഗത്ത് ആണ് സി പി എമ്മിന് അല്ലെ എൽ ഡി എഫിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുമുള്ള ഒരു സാധ്യത. എങ്കിലും പൊതുവിൽ കണക്ക് കൂട്ടുമ്പോൾ ഒരു 80-85 സീറ്റ് കുറയാതെ യു ഡി എഫിന് കിട്ടാവുന്ന ഒരു ട്രെൻഡ് നിലവിലുണ്ട്. ഇനി അതിനൊരു മാറ്റം വരണമെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കേണ്ടി വരും.